നാട്ടിൽ നിന്ന് പൂർണ്ണമായി മാറി നിന്നുകൊണ്ട് മറ്റൊരു സ്ഥലത്ത് വിദ്യാഭ്യാസത്തിനായി എത്തുമ്പോൾ തന്നെ രക്ഷിതാക്കൾക്ക് ഈ തരത്തിലുള്ള ഒരു സ്വന്തം മക്കളെ പിരിഞ്ഞിരിക്കുന്ന ഒരു ബുദ്ധിമുട്ടെല്ലാം തന്നെയുണ്ട്. ഒപ്പം തന്നെ ചെറിയ ഒരു പ്രായം മാത്രമാണുള്ളത്. 18 വയസ്സ് മാത്രമാണ് മുഹമ്മദ് ഇബ്രാഹിമിന് ഉണ്ടായിരുന്നത്. ഈ ഒരു പ്രായത്തിൽ പഠനത്തിനായി മക്കളെ കണക്കിൽ യാത്ര അയക്കുമ്പോൾ വലിയൊരു പ്രതീക്ഷയെ തന്നെയാണ് രക്ഷിതാക്കളും ഉണ്ടായിരിക്കുക. ഒരു പ്രത്യേകിച്ചും മെഡിക്കൽ വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ ഭാവിയിൽ ഒരു ഡോക്ടറായി വരിക, ഒപ്പം തന്നെ നാടിനും ഒപ്പം തന്നെ നാട്ടുകാർക്കും എല്ലാം തന്നെ വലിയൊരു സേവനം ചെയ്യുന്ന ഒരാളായി മാറുക. അത്തരത്തിൽ വലിയൊരു പ്രതീക്ഷയിൽ തന്നെയാണ് മുഹമ്മദ് ഇബ്രാഹിമിനെ പോലെ ഉണ്ടായിരുന്ന മറ്റ് വിദ്യാർത്ഥികളും ഈ ആലപ്പുഴ മണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് എത്തിയത്. ഏതായാലും ആ പ്രതീക്ഷകളെല്ലാം തന്നെ പ്രതീക്ഷകൾക്കെല്ലാം തന്നെ ഒരു അവസാനം കുറിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു ദാരുണമായ ഒരു അപകടം സംഭവിക്കുന്നത്. അതിന്റെ ഒരു പ്രയാസം രക്ഷിതാക്കളും മറ്റും തന്നെ സഹപാഠികളിലെല്ലാം തന്നെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്നെല്ലാം ആലപ്പുഴയിൽ നിന്ന് നമ്മൾ കണ്ട ദൃശ്യങ്ങളിലും ഒപ്പം തന്നെ ഇവരുടെ എല്ലാം വീടുകളിൽ നിന്നും ഒപ്പം തന്നെ സഹപാഠികളെടുത്തും മറ്റ് സുഹൃത്തുക്കളെടുത്തും എല്ലാം സംസാരിക്കുമ്പോഴും ഈ ലക്ഷദ്വീപിൽ നിന്നെത്തിയ മറ്റ് നാട്ടുകാർ കൂടി ഈ എറണാകുളം ടൗൺ ജുമാ മസ്ജിദിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അവരോടെല്ലാം സംസാരിക്കുമ്പോഴും എല്ലാം നമുക്കതാണ് മനസ്സിലാകുന്നത്. ആ ഒരു വലിയ ഒരു വിഷമം, ആ ഒരു വേർപാടിന്റെ വിഷമം അത്ര പെട്ടെന്നൊന്നും അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒന്നല്ല. ഈ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ ധാരാളം സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് വലിയ പ്രതീക്ഷയോട് കൂടി പഠനത്തിനായി പ്രവേശിക്കുന്നു. അവിടെ ഇത്തരത്തിലുള്ള ഒരു ദാരുണമായ അപകടം സംഭവിക്കുമ്പോൾ അത് പെട്ടെന്ന് ഉൾക്കൊള്ളുക എന്നുള്ളത് നമ്മുടെ മനസ്സാക്ഷിക്ക് വലിയ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അത് തന്നെയാണ് ഇപ്പോൾ മുഹമ്മദ് ഇബ്രാഹിമിന്റെ കാര്യത്തിലും സംഭവിച്ചിരിക്കുന്നത്. ആ ഒരു വേർപാടിൽ വലിയ ഒരു ദുഃഖം, അതിന്റെ ഒരു നടുക്കമെല്ലാം തന്നെ ആ പ്രദേശവാസികളും എന്റെ സഹപാഠികളും ചൂണ്ടിക്കാട്ടുന്നു. ഇപ്പോൾ ഈ എറണാകുളം ടൗൺ ജുമാ മസ്ജിദിലെ സംസ്കാര ചടങ്ങുകളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട്. അതും കൂടി മറ്റൊരു ബുദ്ധിമുട്ടായിട്ട്, അതായത് ഈ ലക്ഷദ്വീപിലേക്ക് മൃതദേഹം പെട്ടെന്ന് എത്തിക്കാൻ കഴിയില്ല, അത്തരത്തിലുള്ള സാങ്കേതിക തടസ്സങ്ങളെല്ലാം തന്നെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മരണവിവരം അറിഞ്ഞപ്പോൾ തന്നെ പല ബന്ധുക്കളും അവർക്ക് എല്ലാവർക്കും തന്നെ അവസാനമായി രക്ഷിതാക്കൾ മാത്രമല്ല പിതാവും ഉമ്മയും മാത്രമല്ല മറ്റ് അടുത്ത ബന്ധുക്കൾ കൂടി ഇത്തരത്തിൽ ഈ മുഹമ്മദ് ഇബ്രാഹിമിനെ അവസാനമായി കാണണമെന്നുള്ള ആഗ്രഹം ഒക്കെ ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ ഈ ആദ്യ കാലഘട്ടം മുതൽ 10ാം ക്ലാസ് വരെയും ലക്ഷദ്വീപിൽ പഠിച്ച ആളാണ് മുഹമ്മദ് ഇബ്രാഹിം. അവിടെയെല്ലാം തന്നോടൊപ്പം ഉണ്ടായിരുന്ന സുഹൃത്തുക്കൾക്ക് അവർക്കും എല്ലാം തന്നെ ഈ ഒരു മരണവാർത്ത അറിഞ്ഞു. എന്നാൽ ഈ അവസാന നിമിഷം ഒന്ന് കാണാനായിട്ട് കഴിയാനുള്ള ഒരു സാഹചര്യം ഇല്ല. ഈ ഒരു സാങ്കേതിക തടസ്സം ഉള്ളത് കൊണ്ട് തന്നെ അതും വലിയ ഒരു വിങ്ങലായിട്ട് അവരുടെ എല്ലാം മനസ്സിൽ ഉണ്ട്. അതുകൂടി നമ്മൾ ഈ ഒരു കാര്യത്തിൽ ഓർക്കേണ്ടതുണ്ട്. ഏതായാലും ഇപ്പോൾ ഈ ടൗൺ ജുമാ മസ്ജിദിലെ സംസ്കാര ചടങ്ങുകളെല്ലാം തന്നെ പൂർത്തിയായിരിക്കുന്നു. പിതാവും മതവും എല്ലാം തന്നെ ഇപ്പോൾ ഈ പള്ളിയങ്കണത്തിൽ തുടരുന്നുണ്ട്. ഒപ്പം തന്നെ മറ്റ് വിദ്യാർത്ഥികളും എല്ലാവരും തന്നെ ഇവിടെ തുടരുന്നുണ്ട്. ഈ മറ്റ് ചടങ്ങുകളെല്ലാം തന്നെ പൂർത്തിയായ സ്ഥിതിക്ക് ഇവരുടെ നിന്നും തിരിച്ച് മടങ്ങുകയായിരിക്കും ചെയ്യുക. ഏതായാലും നാടിനെ നൽകിയ ഒരു വലിയ ദുരന്തം, പ്രത്യേകിച്ചും മെഡിക്കൽ വിദ്യാഭ്യാസത്തിനായി എത്തിയ 5 ജീവനുകൾ ആലപ്പുഴ ചങ്ങനാശ്ശേരി കളർക്കോടുണ്ടായ അപകടത്തിൽ, ദേശീയപാതയ്ക്ക് സമീപം ഉണ്ടായ അപകടത്തിൽ വലിയ പ്രതീക്ഷയോടുകൂടി എത്തിയ വിദ്യാഭ്യാസ രംഗത്ത് വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാനും ഒപ്പം തന്നെ മെഡിക്കൽ വിദ്യാഭ്യാസം ആണ് അവർ പഠിക്കുന്നത്. അപ്പം പഠിച്ചു കഴിഞ്ഞാലും നാടിന് ഉപകാരമായി മാറുന്ന ഒരു ആതുര സേവന രംഗത്തേക്ക് ഇവിടെ വെച്ച ആ വിദ്യാർത്ഥികൾ, അതിന്റെ സ്വപ്നങ്ങളുമായി എത്തിയ വിദ്യാർത്ഥികളാണ് ഈ ഒരു കഴിഞ്ഞ ദിവസം ഉണ്ടായ അപകടത്തിൽ നഷ്ടമായിരിക്കുന്നത്. അതിന്റെ പൂർണ്ണമായിട്ടും ആ അപകടത്തെ ഉൾക്കൊള്ളാൻ തന്റെ ഒപ്പമുണ്ടായിരുന്ന സഹപാഠികൾക്കും ആലപ്പുഴയിൽ മണ്ടാനം മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരുന്ന സഹപാഠികളുടെ എല്ലാം ദൃശ്യങ്ങൾ നമ്മൾ അവിടെ നിന്നും കണ്ടതാണ്. പൊതുദർശനത്തിനായി മെഡിക്കൽ കോളേജിലേക്ക് എത്തിയപ്പോൾ സഹപാഠികൾ ഒപ്പം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പുറമേ തന്നെ അവരുടെ മുതിർന്ന വിദ്യാർത്ഥികളും സീനിയർ ആയിട്ടുള്ള വിദ്യാർത്ഥികളും ഒപ്പം തന്നെ എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. കാരണം ഇവരുടെ ഈ ബാച്ചിലുണ്ടായിരുന്ന കുട്ടികളുടെ ക്ലാസ് അല്ലെങ്കിൽ വിദ്യാഭ്യാസം അല്ലെങ്കിൽ ക്ലാസ്സുകൾ ആരംഭിച്ചിട്ട് വളരെ ചുരുങ്ങിയ നാളുകൾ മാത്രമേ ആവുന്നുള്ളൂ. ഏകദേശം 1.5 മാസം മാത്രമാണ് ഈ ഒരു പുതിയ അധ്യയന വർഷം ആരംഭിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഈ ഒരു പുതിയ അധ്യയന വർഷത്തിൽ തമ്മിൽ കണ്ടുമുട്ടിയ സുഹൃത്തുക്കളാണ് ഒരുമിച്ച് യാത്ര തിരിച്ചത്. അവരുടെ ഒരു ഈ പഠനത്തിന്റെ എല്ലാം ആ ഒരു പ്രയാസത്തിന്റെ എല്ലാം ഇടയിൽ നിന്നുകൊണ്ട് ഒരല്പം ആശ്വാസത്തിനായി അല്ലെങ്കിൽ ആ ഒരു പഠനത്തിന്റെ എല്ലാം സമ്മർദ്ദങ്ങൾക്ക് ഒരു ഇടവേള നൽകിക്കൊണ്ടാണ് ഇവർ കഴിഞ്ഞ ദിവസം ഒരു സിനിമയ്ക്കായി അല്ലെങ്കിൽ സിനിമ കാണാനായി അവർ യാത്ര പുറപ്പെടുന്നതും അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു യാത്രയാണ് ഉണ്ടാകുന്നതും 5 പേരുടെ ജീവൻ കവരുന്നതിലേക്കും 3 പേരെ ഇപ്പോഴും ഗുരുതരാവസ്ഥയിലുമായി ഐസിയുവിൽ കിടക്കുന്ന സ്ഥിതിയിലേക്കും എത്തിയത്. 3 പേരുടെ നില താരതമ്യേന ഭേദമാണ് എന്ന് പറയാം. പക്ഷേ ഒരു നാടിനെ
മൊത്തത്തിൽ കണ്ണീരിലാഴ്ത്തിക്കൊണ്ടാണ് ഇവരുടെ യാത്ര. കേരളത്തെ മൊത്തത്തിൽ കണ്ണീരിലാഴ്ത്തിക്കൊണ്ടാണ്. വീടുകളുടെ പ്രതീക്ഷ മാത്രമല്ല, ആ ജനങ്ങളുടെയും കൂടി പ്രതീക്ഷയാണ് അസ്തമിച്ച് പോകുന്ന സാഹചര്യങ്ങളിലേക്ക് എത്തിയത്. ഇന്നലെ രാത്രി 9:30 കൂടിയാണ് നാടിനെ അതിദാരുണമായ ദുഃഖത്തിലേക്ക് ആഴ്ത്തുന്ന ഒരു അപകടം നടന്നത്. മരിച്ച വിദ്യാർത്ഥികളുടെ ബന്ധുക്കളും സഹപാഠികളും അധ്യാപകരുമെല്ലാം വണ്ടാനം ആശുപത്രിയിൽ കാത്തു നിൽക്കുകയായിരുന്നു. സഹപാഠികളായ 5 കുട്ടികൾ ഒന്നിച്ചില്ലാതായത് ഉൾക്കൊള്ളാൻ ഇതുവഴിയും ഈ നാടിനും അവരുടെ സുഹൃത്തുക്കൾക്കും അധ്യാപകർക്കും ഒന്നും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത.